ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. SSC MTS എക്സാമിന് പ്രിപ്പറേഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഡൗട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഈ എക്സാം 10th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. പിന്നെ ഏജ് ലിമിറ്റ് 18 തൊട്ട് 25 വരെയാണ്. പിന്നെ ചില പോസ്റ്റുകൾക്ക് 27 വയസ്സ് വരെയുണ്ട്. പിന്നെ OBC ആണെങ്കിൽ 3 years ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. അതുപോലെ SC ST ആണെങ്കിൽ 5 years വരെ കിട്ടും. എക്സാം പാറ്റേണിനെ പറ്റി പറയുകയാണെങ്കിൽ 4 സബ്ജക്റ്റാണുള്ളത്, 2 സെക്ഷനായിട്ട്. സെക്ഷൻ 1 മാത്സും റീസണിങ്ങും 20 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വെച്ച് 60 മാർക്കാണ് ഉണ്ടാവുക. സെക്ഷൻ 1 ക്വാളിഫൈ ആയാൽ മതി. UR ആണെങ്കിൽ 30% മാർക്കാണ് വേണ്ടത് സെക്ഷൻ 1. അതിന് 120 മാർക്കിൽ 30% 36 മാർക്കാണ് വേണ്ടത്, 2 മാത്സും റീസണിങ്ങും കൂടി കൂട്ടിയിട്ട്. അപ്പോൾ 12 ക്വസ്റ്റ്യൻസ് കറക്റ്റാക്കിയാൽ മതി. സെക്ഷൻ 2 ഇംഗ്ലീഷും GKയും 25 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ്. അതിനും ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വെച്ചിട്ട് 150 മാർക്സാണ്. സെക്ഷൻ 2 മാർക്കാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിനെ ഡിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് MTS എക്സാം മാത്രം നോക്കുന്നവരാണെങ്കിൽ ഇംഗ്ലീഷിനും GKക്കുമാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. പിന്നെ മാത്സും റീസണിങ്ങും ആദ്യം സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ക്വാളിഫൈ ആയിക്കോളും. പിന്നെ എക്സാമിൻ്റെ ലെവൽ ഈസി ആയിരിക്കും CGLനൊക്കെ വെച്ച് നോക്കുമ്പോൾ. ബേസിക് ആയിട്ടുള്ള മാത്സൊക്കെ അരിത്തമെറ്റിക് മാത്രം പഠിച്ചാൽ മതി. പിന്നെ റീസണിങ് ഒക്കെ ഈസിയാണ്. സിലബസ് ജസ്റ്റ് ഒന്ന് ഇവിടെ കൊടുക്കാം. ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കണമെന്ന് വെച്ചാൽ ഇംഗ്ലീഷിനെ 3 ഇതായിട്ട് തിരിക്കാം: റീഡിങ്, ഗ്രാമർ, വൊക്കാബ്. ഗ്രാമർ പഠിക്കാൻ വേണ്ടിയിട്ട് നീതു സിംഗിൻ്റെ വോളിയം 1 എന്ന ബുക്കുണ്ട്. അതുപോലെ വൊക്കാബിന് ബ്ലാക്ക് ബുക്ക് യൂസ് ചെയ്യാം. റീഡിങ് കോമ്പ്രിഹെൻഷന് വേണ്ടിയിട്ട് റീഡിങ് ചെയ്യാൻ ഡെയിലി ഒരു 15 to 20 മിനിറ്റ്സ് ന്യൂസ് പേപ്പറോ ഏതെങ്കിലും ബുക്കൊക്കെ ഇംഗ്ലീഷിലുള്ള വായിക്കാം. ബുക്കിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. ഗ്രാമർ ഓരോ ടോപ്പിക്ക് വെച്ച് വീഡിയോ കണ്ടോ ഈ ബുക്ക് വായിച്ചോ പഠിക്കാവുന്നതാണ്. വൊക്കാബ് പിന്നെ ഡെയിലി കുറച്ച് വേർഡ്സ് വെച്ച് നോക്കാവുന്നതാണ്. പിന്നെ അത് റിവിഷനും ചെയ്യുക. പിന്നെ ടെക്സ്റ്റ് ബുക്ക് ആപ്പിൽ സെക്ഷണൽ ടെസ്റ്റ് ഉണ്ടാകും, ഇംഗ്ലീഷും GKയൊക്കെ. അതൊക്കെ ഓരോന്നായിട്ട് ചെയ്യുക. GK പഠിക്കാൻ ബുക്കാണെങ്കിൽ പർമാർ അസസീനും ഫാറ്റ്മാനും ഉണ്ട്. അതിൻ്റെ MCQ പ്രാക്ടീസ് ചെയ്യാൻ അവരുടെ ലിറ്റിൽ ബോയും ഉണ്ട്. അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു സിലബസ് ബേസിക് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മതി. MTS ഒരു ലെവൽ എക്സാമാണ്. പിന്നെ ഹവിൽദാർ അങ്ങനത്തെ ഇതിന് വേണ്ടിയിട്ട് ഫിസിക്കൽ ടെസ്റ്റും കൂടി ഉണ്ടാകും. ഇതിൽ വാക്കിംഗ് ആണ് ഉണ്ടാവുക. മെയിലിന് 1600 മീറ്റർ 50 മിനിറ്റിലും, ഫീമെയിലാണെങ്കിൽ 1 കിലോമീറ്റർ 20 മിനിറ്റ്സിൽ. പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡായിട്ട് ഹൈറ്റ് 157.5ഉം ചെസ്റ്റ് 81 മെയിലിന് വേണം. പിന്നെ ഫീമെയിലിനാണെങ്കിൽ 152 സെൻറ്റിമീറ്ററും വെയ്റ്റ് 48 കിലോഗ്രാമുമാണ് വേണ്ടത്. ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.